ആത്മാർത്ഥമായി മുത്തഖീങ്ങളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ പിശാചിന്റെ ദുർബോധനമുണ്ടാകുമ്പോഴേക്ക് അവർക്ക് ഉൾക്കാഴ്ചയുണ്ടാകുമെന്നാണ്. ഇവിടെ ത്വായിഫും മിനശ് ശൈത്താൻ എന്ന് പറഞ്ഞെടുത്ത് ഇബ്നു ജരീർ അത്ത്-തബരി അത്വായിഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നൽകിയ അർത്ഥം മാ ത്വാഫ ബിക മിൻ വസ്വസതി ശൈത്താൻ, പിശാചിന്റെ വസ്വാസ്, നിന്നെ സമീപിക്കുന്ന നിന്നെ ബാധിക്കുന്ന പിശാചിന്റെ വസ്വാസ്. അതേപോലെ തന്നെ വൽ വസ്വസതു വൽ ഇസ്തിസ്ലാലു ഹുവ ത്വായിഫു മിനശ് ശൈത്താൻ, തെറ്റിക്കാൻ വേണ്ടിയുള്ള പരിശ്രമവും വസ്വാസുകളുമാണ് ത്വായിഫും മിനശ് ശൈത്താൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വല്ല ദുർബോധനവും പിശാചിൽ നിന്ന് ഉണ്ടായാൽ ഫൈദാഹും മുബ്സിറൂൻ, തഖ്വയുള്ള ആളുകൾക്ക് ഉൾക്കാഴ്ചയുണ്ടാകുന്നു. ഫഇന്നഹു യഅനി ഫഇദാഹും മുബ്സിറൂന ഹുദല്ലാഹി വബയാനഹു വതഅതഹു ഫി ഫമുൻതഹൂന അമ്മാ ദഅാഹും ഇലൈഹി ത്വായിഫു ശൈത്താൻ, അവർക്ക് വ്യക്തമായ ധാരണയുണ്ടാകുമെന്നാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് ഒരാൾക്ക് തഖ്വയുണ്ടാവണമെങ്കിൽ അറിവുണ്ടാകണം. കാരണം തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ കാത്തു സൂക്ഷിക്കലാണ്. അപ്പോൾ വിധികൾ എന്താണ്, വിലക്കുകൾ എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. ഇങ്ങനെ വിധികളും വിലക്കുകളും അറിഞ്ഞിരിക്കുന്ന ഒരാൾ പിശാച് ദുർബോധനം നടത്തുമ്പോൾ അയാൾക്ക് മനസ്സിലാകും ഇത് ശരിയല്ല, ഇത് അള്ളാഹുവിന്റെ നിയമത്തിനെതിരാണ്. ഒന്നുകിൽ അള്ളാഹു കൽപ്പിച്ചതിൽ നിന്ന് എന്നെ തടയുകയാണ്, അല്ലെങ്കിൽ അള്ളാഹു വിലക്കിയത് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുകയാണ്. ഈ ബോധം തഖ്വയുള്ള ആളുകൾക്കുണ്ടാകും. അപ്പോൾ അറിവും തഖ്വയും ഉള്ള ആളുകൾ, തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾ, അവരെ പിശാചിന് വഴിതെറ്റിക്കാൻ കഴിയില്ല. വല്ല ദുർബോധനവും ഉണ്ടായാൽ തന്നെ അവർക്കത് വ്യക്തമാവുകയും അവർ അതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, പിശാചിനെ ആട്ടിയകറ്റാനുള്ള മാർഗങ്ങളിൽ രണ്ടാമത്തതാണ് തഖ്വയുള്ള ആളുകളാവണം. അതിനെന്ത് വേണം? നല്ല അറിവും നമുക്ക് ഉണ്ടായിരിക്കണം. ശരീഅത്തിൽ, അള്ളാഹുവിന്റെ മതത്തിൽ, ഖുർആനിൽ, ഹദീസിൽ എല്ലാം നമുക്ക് നല്ല അറിവുണ്ടെങ്കിൽ പിശാച് നമ്മെ ബാധിക്കുകയില്ല. അതോടൊപ്പം നേരത്തെ പറഞ്ഞ ഇഖ്ലാസും വേണം. അറിവും തഖ്വയും മാത്രം പോരാ, ഇഖ്ലാസു കൂടി ഉണ്ടാകുമ്പോൾ പിശാചിനെ ആട്ടിയകറ്റാൻ നമുക്ക് സാധിക്കും. മൂന്നാമത്തത്, ഇതും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്, നിരന്തരമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള ഓർമ്മയുണ്ടാകണം. അദ്കാറുകൾ, ദിക്റുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുകയും വേണം. എന്താണ് അതിനുള്ള തെളിവ്? സൂറത്തു സുഖ്റുഫിലെ 36-37 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ യഅശു അൻ ദിക്രിർ റഹ്മാനി, പരമകാരുണ്യകനായ അള്ളാഹുവിന്റെ ദിക്റിനെ ആരാണോ അവഗണിക്കുന്നത്, നുഖയ്യിദു ലഹു ശൈത്താനൻ, ഒരു പിശാചിനെ അവന് നാം കീഴ്പ്പെടുത്തി കൊടുക്കും, ഫഹുവ ലഹു ഖരീൻ, പിന്നീട് ആ പിശാച് അവന്റെ കൂട്ടുകാരനായിരിക്കും. വ ഇന്നഹും ലയസുദ്ദൂനഹും അനിസ് സബീലി, ശരിയായ മാർഗത്തിൽ നിന്ന് പിശാച് അയാളെ തടഞ്ഞുകൊണ്ടിരിക്കും. വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ, അയാൾ വിചാരിക്കുന്നത് ഞാൻ സന്മാർഗത്തിലാണ് എന്നാണ്. ഇവിടെ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നത് അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് ഒരാൾ അകന്നു കഴിഞ്ഞാൽ പിന്നീട് അവന്റെ കൂട്ടുകാരൻ പിശാചായിരിക്കുമെന്നാണ്. അപ്പോൾ അതിൽ നിന്ന് എന്തു മനസ്സിലായി? എത്ര കണ്ട് നമ്മൾ ദിക്റുകൾ വർദ്ധിപ്പിക്കുന്നുവോ അത്ര കണ്ട് പിശാച് അകന്നു പോകുന്നതാണ്. നിരന്തരമായ ദിക്റുകൾ, രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലണം. ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറങ്ങി എഴുന്നേറ്റാലും, വസ്ത്രം ധരിക്കുമ്പോഴും, വീട്ടിലേക്ക് കയറുമ്പോഴും, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും, ഭക്ഷണം കഴിക്കുമ്പോഴും, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും, ഇണചേരുന്ന സന്ദർഭത്തിലും, പ്രഭാത പ്രദോഷങ്ങളിലുള്ള അദ്കാറുകളും, നമസ്കാര ശേഷമുള്ള ദിക്റുകൾ, വാഹനത്തിൽ കയറുമ്പോഴുള്ള ദിക്റുകൾ, അങ്ങനെ വ്യത്യസ്ത സന്ദർഭങ്ങളിലൊക്കെ പഠിപ്പിക്കപ്പെട്ട ദിക്റുകളെല്ലാം ചൊല്ലണം. ധാരാളമായി ദുആ ചെയ്യണം, ധാരാളമായി പ്രാർത്ഥിക്കണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് തുടങ്ങിയ ദിക്റുകളൊക്കെ ധാരാളമായി വർദ്ധിപ്പിച്ചാൽ, അങ്ങനെ ദിക്റുകൾ മനസാന്നിധ്യത്തോടുകൂടി ചെല്ലുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ ഓർമ്മയാകും. അത്തരം ആളുകളുടെ അടുക്കൽ നിന്ന് പിശാച് അകന്നു പോകുന്നതാണ്. ഇത് വളരെ ഗംഭീരമായ ഒരു ഉദാഹരണത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുമുണ്ട്. ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൽ ഹാരിസുൽ അശ്അരി റളിയല്ലാഹു തആല അൻ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, വആമുറുക്കും അൻ തദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണമെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. വആമുറുക്കും അൻ തദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം, അഥവാ ധാരാളമായി ദിക്റുകൾ ചൊല്ലണം. ഫഇന്ന മസല ദാലിക് കമസലി റജുലിൻ, അള്ളാഹുവിനെ ദിക്റ് ചൊല്ലുന്ന ഒരാളുടെ ഉപമ ഏതുപോലെയാണ്? കമസലി റജുലിൻ, ഒരു വ്യക്തി, ഖറജൽ അദുവ്വു ഫീ അസരിഹി സിറാഅ, ശത്രു സൈന്യം അയാളുടെ പിറകിൽ വളരെ ധൃതിയിലുണ്ട്. ഹത്താ ഇദാ അതാ അലാ ഹിസ്നിൻ ഹസീനിൻ,
പക്ഷേ അദ്ദേഹം ഭദ്രമായൊരു കോട്ടയിൽ അഭയം പ്രാപിച്ചു. ഫഅഹ്റസ നഫ്സഹു മിൻഹും, അങ്ങനെ ആ ശത്രുക്കളിൽ നിന്ന് തന്റെ ശരീരത്തെ, ജീവനെ അയാൾ സംരക്ഷിച്ചു. അപ്പോൾ ഒരു വ്യക്തി, ഒരു വലിയ സൈന്യം, ശത്രു സൈന്യം അയാളെ പിടികൂടാൻ വേണ്ടി വളരെ തിരക്കിട്ട് തന്നെ അയാളുടെ പിറകിലുണ്ട്. ആ വ്യക്തി ഓടി സുഭദ്രമായ ഒരു കോട്ടയിൽ അഭയം പ്രാപിക്കുകയാണ്. പിന്നീട് ശത്രുക്കൾക്ക് ഒരു നിലക്കും അയാളെ സ്പർശിക്കാൻ പോലും സാധിക്കാത്ത വിധം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ ഉപമ കദാലികൽ അബ്ദു, അപ്രകാരമാകുന്ന ഒരു അടിമ, ഒരു വിശ്വാസി, ലാ യുഹ്രിസു നഫ്സഹു മിനശ് ശൈത്താനി ഇല്ലാ ബിദിക്രില്ലാ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ കൊണ്ടല്ലാതെ പിശാചിൽ നിന്ന് അയാൾക്ക് സ്വന്തത്തെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. വളരെ വ്യക്തമായ ഹദീസാണ്. നേരത്തെ പറഞ്ഞ ആയത്തിന്റെ വ്യക്തമായ വ്യാഖ്യാനവുമാണ്. എന്ന് പറഞ്ഞാൽ എത്ര കണ്ട് ദിക്റുകൾ വർദ്ധിപ്പിക്കുന്നുവോ സഹോദരങ്ങളെ, അത്ര കണ്ട് പിശാചുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് നാം രക്ഷപ്പെടും. സുഭദ്രമായ കോട്ടയാണ് അള്ളാഹുവിന്റെ അദ്കാറുകൾ. സുബൈക്ക് ശേഷം ചൊല്ലാനുള്ള ഒരുപാട് ദിക്റുകളുണ്ട്, വൈകുന്നേരം ചൊല്ലാനുള്ളതുണ്ട്, ഓരോ നമസ്കാര ശേഷവും ചൊല്ലാനുള്ള ദിക്റുണ്ട്, ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറങ്ങി എഴുന്നേറ്റാലും ജീവിതത്തിന്റെ വ്യത്യസ്ത രംഗങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദിക്റുകളുണ്ട്. ഈ ദിക്റുകളൊക്കെ നമ്മൾ ചൊല്ലണം. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് 41 മുതൽ 43 വരെയുള്ള ആയത്തുകളിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനു ദുക്കുറുല്ലാഹ ദിക്റൻ കസീറ, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണമെന്നാണ്. ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, ധാരാളമായി ഓർക്കണം. വസബ്ബിഹൂഹു ബുക്റതൻ വ അസീല, പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ തസ്ബീഹുകൾ വർദ്ധിപ്പിക്കണം. ഹുവല്ലദീ യുസല്ലി അലൈക്കും വ മലായികതുഹു ലിയുഖ്രിജകും മിനൽ-ളുലുമാതി ഇലൻ-നൂർ വകാന ബിൽ മുഅ്മിനീന റഹീമ, അല്ലാഹുവും മലക്കുകളും നിങ്ങളുടെ മേൽ സ്വലാത്ത് നേരുന്നുണ്ട് അന്ധകാരങ്ങളിൽ നിന്ന് നിങ്ങളെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ. കാരണം വിശ്വാസികളോട് അല്ലാഹു കാരുണ്യമുള്ളവനാണ്. ആ അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കും, അള്ളാഹുവിന്റെ സ്വലാത്ത് നമുക്ക് ലഭിക്കും, മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കും. എന്ത് വേണം? ധാരാളമായി അള്ളാഹുവിനെ ഓർക്കണം. പ്രഭാതത്തിലും പ്രദോഷത്തിലും തസ്ബീഹുകൾ, തക്ബീറുകൾ, തഹ്ലീലുകളൊക്കെ വർദ്ധിപ്പിക്കണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ എന്ന് 100 തവണ. ഈ പറയപ്പെട്ട ദിക്റുകളൊക്കെ 100 തവണ. ഇനി അതിൽ അധികരിപ്പിച്ചാൽ ഒരു കുഴപ്പവുമില്ല. അതൊരു സുഭദ്രമായ കോട്ടയാണ്. എങ്കിൽ